ഇരിക്കുകയാണ്. അജി, ഈ ഒരു സംഗമം, അയ്യപ്പ സംഗമം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തുകയാണ്. അപ്പോൾ എന്തൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ കുറേയധികം വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്? അത് അവിടെ നിൽക്കട്ടെ, ദേവസ്വം ബോർഡ് മുന്നിൽ കാണുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങൾ വളരെ നേരത്തെ വ്യക്തമാക്കിയതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ആഗോളതലത്തിലുള്ള അയ്യപ്പന്മാരുടെ ഒരു സംഗമം സംഘടിപ്പിക്കണമെന്ന് ബോർഡ് തീരുമാനിച്ചത്. ഞങ്ങളുടെ ഏറ്റവും പ്രഥമ ലക്ഷ്യം ശബരിമലയെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമായി മാറ്റുക എന്നുള്ളതാണ്. അതിനാവശ്യമായിട്ടുള്ള കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകുമ്പോൾ ഈ ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാരുടെ പരിച്ഛേദത്തെ ഒന്ന് സംഗമിപ്പിച്ച് അവരുടെയും കൂടി അഭിപ്രായം കേൾക്കുക, അവരുടെയും കൂടി സഹായ സഹകരണങ്ങൾ തേടുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇപ്പോ ശബരിമല മാസ്റ്റർ പ്ലാൻ, ശബരിമലയുടെ വികസനത്തിന്റെ ഒരു നാഴികക്കല്ലായി മാറാൻ പോകുന്ന ഈ സംഗമത്തിൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ശബരിമല മാസ്റ്റർ പ്ലാൻ. അതുപോലെ ശബരിമലയുടെയും അനുബന്ധ പ്രദേശങ്ങളുടെയും സമഗ്രമായിട്ടുള്ള വികസനം, പിന്നെ ക്രൗഡ് മാനേജ്മെന്റ്, ലക്ഷക്കണക്കിന് ഭക്തർ ശബരിമലയിലേക്ക് വരുമ്പോൾ അത് എങ്ങനെ മാനേജ് ചെയ്യാം, ആ വിഷയത്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, പിൽഗ്രിം ടൂറിസം, ഇങ്ങനെ കാതലായ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ സംഗമം സംഘടിപ്പിക്കുന്നത്. ഇന്നലെ വരെ ആഗോള അയ്യപ്പ സംഗമത്തെ വിമർശിച്ചവർ, എതിർത്തവർ 2 ദിവസങ്ങളെല്ലാം മാറ്റി പറയുന്നുണ്ട്. രാജ്യത്തിന്റെ പരമോന്നത നീതിന്യായ പീഠത്തിൽ വരെ ഈ സംഗമം നടത്താതിരിക്കാനുള്ള കുൽസിത ശ്രമമായി പോയവർ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അപ്രതീക്ഷിതമായ കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ഞങ്ങൾക്ക് വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോ രാവിലെ ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി ശ്രീ VN വാസവൻ അവരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് പമ്പയിൽ ഇപ്പോൾ ഒരു അവലോകന യോഗം കഴിഞ്ഞിറങ്ങിയതേ ഉള്ളൂ. വലിയ സ്വീകാര്യതയാണ് ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ചരിത്ര സംഭവമാകാൻ പോവുകയാണ്. 3000 പേർ തീരുമാനിച്ചെങ്കിൽ ഇപ്പൊ ഏതാണ്ട് 5000 അടുത്തോളം രജിസ്ട്രേഷൻ വന്നൊരു സാഹചര്യം വന്നിരിക്കുകയാണ്. വലിയ മാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. ഈ ഞങ്ങൾ ഉദ്ദേശം പോലെ തന്നെ താഴ്ന്ന ജാതിക്കാർക്ക് പോലും പ്രവേശനം നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ എല്ലാ മതത്തിനും അതീതമായി എല്ലാവർക്കും ദർശനം നൽകുന്ന ഒരു വലിയ പവിത്രമായ കേന്ദ്രമാണ് ശബരിമല. തത്വമസി എന്ന് പറയുന്ന മഹത്തായ സന്ദേശം ലോകത്തിന് സംഭാവന ചെയ്ത ഒരു കേന്ദ്രമാണ് ശബരിമല. അതൊരു മതസൗഹാർദ്ദത്തിന്റെ ഒരു വലിയ ആത്മീയ പുണ്യ കേന്ദ്രമാണ് ശബരിമല. ആ സന്ദേശം ഞാൻ കൊടുക്കുന്ന ഈ ശബരിമലയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതൊരു വലിയ അളവിൽ വിജയിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയാണ്. നന്ദി അജി പ്രതികരിച്ചതിന്.